UDFന്റെ കൺവെൻഷനോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശത്തിലായി കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്തുകൾ തോറുമുള്ള പര്യടനം ആരംഭിച്ചിരിക്കുന്നു. വലിയ ആവേശമായിരുന്നു. അവസാനം വരെ കാത്തിരിക്കുന്ന പ്രവർത്തകർ അല്ലേ? തീർച്ചയായും ആദ്യം ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും കാരണം വളരെ നേരത്തെ എത്തിയ ആളുകളാണ്. പക്ഷെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ആളുകൾ മണിക്കൂറുകളോളം ആയിക്കോട്ടെ അപ്പോൾ വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ കാത്തിരിക്കുക. ഒരു വലിയ ജനമുന്നേറ്റം നിലമ്പൂരിന്റെ ചരിത്രത്തിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ജനസാഗരമാണ് ഇന്നലെ കൺവെൻഷനിൽ പങ്കെടുത്തത്. ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് തുടക്കം. പാണക്കാട് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഈ ഒരു യാത്ര, ഈ ഒരു സ്ഥാനാർത്ഥി പര്യടനം, അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാനാർത്ഥി പര്യടനം വളരെ ആവേശത്തോടും വളരെ അനുഗ്രഹവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു പോരാട്ടമായി തന്നെയാണോ? സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വലിയ വലിയ പോരാട്ടം, നേരിട്ടുള്ള പോരാട്ടം. അത് തർക്കം എന്തോ ഉള്ളത്. മറ്റു ഘടകങ്ങളൊന്നും ഇവിടെ ഇത്തവണ ചർച്ചയാവില്ല. ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ കേരളത്തിലെ 9 വർഷമായി ദുരിതപൂർണമായ അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിധി ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. ഇവിടെ ഇന്ന് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് മുണ്ടേരി നിങ്ങൾക്കറിയാം, പോത്തുകല്ല് പഞ്ചായത്തിലെ കവളപ്പാറ ദുരന്തം സംഭവിച്ച പ്രദേശമാണിത്. കവളപ്പാറ 2019 കവളപ്പാറ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തിൽ, ആ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 200 ചില്ലാനം 300ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ ഈ പുഴക്കക്കരെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുക. ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. വാണിയമ്പുഴയിൽ, തരിപ്പപ്പൊട്ടിയിൽ, തണ്ടങ്കല്ലിൽ, കുമ്പളപ്പറ, ഇപ്പോഴും കഴിയുക. അതിനൊരു പരിഹാരമില്ല. ഇവിടുത്തെ കവളപ്പാറ ദുരന്തമുണ്ടായ സ്ഥലത്ത് അവിടെ കൃഷി നശിച്ച ആളുകൾ, അവിടെ ഒരു കൃഷി ചെയ്യാൻ പാടില്ല എന്ന് സർക്കാർ ഉത്തരവിറക്കി. പക്ഷേ പകരം ഒരു ഭൂമിയോ പകരം സംവിധാനങ്ങളോ അവർക്ക് ചെയ്തു കൊടുക്കാൻ ഇന്നേ വരെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെയുള്ളൊരു വലിയ മറുപടി, ഇതൊക്കെ വലിയ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും.